ഹലോ, മിർഷാദ് VC വ്ളോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗ് ചെറിയൊരു സദ്യ കഴിക്കാൻ പോവാണ്. ഞങ്ങൾ ഒരു 4-5 ആൾക്കാർ കൂടിയിട്ട്, ആരും എത്തിയിട്ടില്ല, വരും. ഞങ്ങളൊരു 4-5 ആൾ കൂടിയിട്ട് ഇവിടെ ഒരു മലയാളി ഹോട്ടലിൽ പോയിട്ട് ഒരു സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നമുക്ക് സദ്യ, നമ്മളെ നാട്ടിലെ ഭക്ഷണങ്ങൾ, നാട്ടിലെ വിഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴെങ്കിലും കിട്ടുന്നൊരു, ഓണത്തിനൊക്കെ എല്ലാ ഹോട്ടലിലും സദ്യ ഉണ്ടാവും. ഇതിപ്പോൾ ഇവിടെ റുവേഴ്സിലൊരു ഹോട്ടലിൽ എല്ലാ ദിവസവും ഉണ്ട് സദ്യ. 12 റിയാലേ വരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് പോയി കഴിക്കാം, എങ്ങനെ ഉണ്ടെന്നൊക്കെ. ഇതിപ്പോൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. അപ്പോൾ ഇന്നാണ് എല്ലാവർക്കും ഒരു സൗകര്യമായിട്ട് ഒത്തു കിട്ടിയത്. അപ്പം ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് സദ്യ ഒക്കെ കഴിച്ചിട്ട് വരാം. അപ്പം നമുക്ക് സദ്യ എങ്ങനെ ഉണ്ട് എന്നൊക്കെയുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ ബഷീറാക്ക സദ്യ കഴിക്കാൻ പോവല്ലേ? അപ്പൊ ഒന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഒരു സദ്യ കഴിക്കാൻ പോകട്ടെ എല്ലാരും കൂടി. ബഷീറാക്കുണ്ട്, ലുക്മാനുണ്ട്, ബാബുണ്ട്, പിന്നെ ആരാ, മുബാറക്ക് ഉണ്ട്. അപ്പൊ ഇനി സദ്യ കഴിക്കാൻ പോവാ. അപ്പൊ ഞങ്ങള് നസീമിൽ നിന്ന് വണ്ടി തിരിച്ചു. സദ്യ കഴിക്കാനുള്ളൊരു ആഗ്രഹമായിട്ട് ഞങ്ങൾ 4-5 കൂടിയിട്ട് റുവേഴ്സിലുള്ളൊരു മലയാളി ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കൂടി ഇങ്ങനെ ഒരുമിച്ച് പോകാൻ എപ്പോഴും ഇങ്ങനെ ചാൻസ് കിട്ടാത്തതാണ്. അപ്പം ഇന്നിങ്ങനെ എല്ലാവർക്കും ഒരു ചാൻസ് കിട്ടിയപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോവാണ്. അൽബേക്കോണോ സദ്യ ഒഴിവാക്കിയാണ്ട്? അല്ല, അൽബേക്കൊന്നും ഇവിടെ ഒരു പുതുമയല്ലല്ലോ, നമുക്ക് സദ്യയാണ് പുതുമ. നമ്മള് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു അവസരമല്ലോ അല്ലേ? ഇതാണ് നമ്മളെ മത്താറുൽ ഖദീം പഴയ എയർപോർട്ട് അല്ലേ? ഇവിടെ ഇല്ലേ നൗഷറൊക്കെ പഴയ എയർപോർട്ട്? പഴയ എയർപോർട്ടാണ് ഇപ്പോൾ. ഇപ്പോഴല്ല, എത്ര 10-15 കൊല്ലം മുന്നേ അല്ലേ? 15-20 കൊല്ലം മുന്നേ, 20 കൊല്ലത്തിന്റെ ഒക്കെ മുകളിലായി ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് എയർപോർട്ടിന്റെ സ്ഥലം ഈ ഏരിയക്ക് അല്ലേ? എന്താണ് ഹോസ്പിറ്റലിന്റെ പേര്? സുലൈമാൻ ഹബീബ്. അതിനൊരു പരസ്യം കൊടുക്കണം പോലെ. നമ്മളിങ്ങനെ റുവൈസിൽ തിരിയാ. റുവൈസ് ഭാഗത്ത് ഇമാറിന്റെ ബിൽഡിംഗ് അല്ലേ? ദുബായ്. സിഗ്നല് ഞമ്മക്ക് കിട്ടൂല അല്ലേ? എന്നായിക്കോട്ടെ, എന്നോട് നിർത്താം. പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഈ സദ്യ കഴിക്കാൻ പോകുന്നതൊക്കെ. കാരണം പ്രവാസികൾക്ക് ഒരു വർഷത്തിലൊരിക്കൽ ഓണത്തിനാണ് ഇവിടെ ഹോട്ടലുകളിലൊക്കെ ഒരു സദ്യ കിട്ടുന്നത്. ആ സമയത്ത് നല്ല റേറ്റും ആയിരിക്കും. 25 റിയാൽ 30 റിയാലൊക്കെ ഒരു സദ്യക്ക് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഈ റുവൈസിൽ ഈ ഒരു ഹോട്ടലിൽ 12 റിയാലിനാണ് ഒരു സദ്യ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെയുണ്ട്, ഫുഡ് എങ്ങനെയുണ്ട്, എത്ര ഐറ്റം കൂട്ടുകറികളുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ റുവൈസിലേക്ക് പോകുമ്പോൾ റുവൈസിലെ വലിയ ഫ്ലാഗൊക്കെ വരുന്ന വലിയ റൗണ്ടിലേക്ക് പോകുന്ന ബ്രിഡ്ജ് കയറാതെ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട്, വലതു ഭാഗത്ത് ഈ ലോക്കൽ റോഡിന് തിരിഞ്ഞിട്ട് വലതു ഭാഗത്തേക്ക് അടുത്ത ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് വലതു ഭാഗത്തേക്ക് കാണുന്ന റോഡിന് തിരിയുക. ഹായൽ റോഡ്, ആ ഹായൽ റോഡിന് തിരിയുക. ഓക്കെ, ഇപ്പം നമ്മൾ ഹായൽ റോഡിലേക്ക് കയറി കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോകുമ്പോൾ വലതു ഭാഗത്തൊരു ഹോസ്പിറ്റൽ, പിന്നെ അത് കഴിഞ്ഞ ഒരു സിഗ്നൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിഗ്നൽ കഴിഞ്ഞ് നേരെ പോകുമ്പോൾ നമുക്ക് മുന്നിൽ നഹദി ഫാർമസി കാണാം. മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് മുമ്പിലായിട്ട് നഹദി ഫാർമസി കാണാം. അപ്പോൾ ആ നഹദി ഫാർമസി കഴിഞ്ഞ് ഉടനെ വലത്തോട്ട് ചെറിയൊരു റോഡുണ്ട്.
ആ റോഡിന് കയറിയാൽ വലത് ഭാഗത്ത് തന്നെയാണ് നമ്മളെ ഈ ഹോട്ടൽ വരുന്നത്. ഓക്കെ, നമ്മൾ വലത് ഭാഗത്തേക്ക് തിരിഞ്ഞു. ഇതാണ് ഹോട്ടൽ. ഓക്കെ, ഹോട്ടൽ ജൂറി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇല വന്നു കേട്ടോ. പഴം വന്നു, കൊണ്ടാട്ട മുളക് വന്നു. ഈ സാധനം എന്താ പറയുക? ഉപ്പേരി. ഓരോ ഐറ്റംസ് ഇങ്ങനെ വന്നോണ്ട് കേട്ടോ. കൂട്ടുകറികളെല്ലാം എത്തി. സൗദി അറേബ്യയിൽ നിന്ന് ഞാനൊരു സദ്യ കഴിക്കാനുള്ള ഭാഗ്യം. ഓണത്തിന് മാത്രമല്ല ദശരഥ സദ്യ. സൗദിയിൽ അങ്ങനെ ഒരു മാറ്റം അല്ലേ? സാമ്പാറായി. മോര് കറിയാ, സാമ്പാർ. അതാണ് സമൃദ്ധമായ സദ്യ. തുടങ്ങല്ലേ ഇവര് രണ്ടാളല്ലേ ഇതിൽ പെടാത്തത്. പപ്പടം, പായസം, മോര്, ചോറ്, പിന്നെ അതിൻ്റെ കൂട്ടുകറികള്. ഓക്കെ, അപ്പൊ ഇനി കഴിക്കാം അല്ലേ? ചെറുക ബിസ്മില്ലാ കഴിക്കാം. അപ്പൊ സദ്യ കഴിച്ച് ആരൊക്കെ മതി. ഒന്നും പറയാം. 12 റിയാലിന് ഉഷാറാണ് അല്ലേ? ഓ, 12 റിയാലാണ് ഒരാൾക്ക് സദ്യക്ക്. 12 റിയാലിന് നല്ല അടിപൊളി സദ്യ തന്നെയാണ്. നമുക്ക് അല്ലേ? സൗദി അറേബ്യന്ന് അങ്ങനെ ഒരു സദ്യ കഴിക്കാനായി അല്ലേ? അപ്പൊ ഓണത്തിന് കഴിക്കാറുണ്ട്. ഇതിപ്പോ ഓണത്തിന് അവിടെ എന്നും ഉണ്ട് അല്ലേ? അവിടെ 12 റിയാൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സദ്യ വേണ്ടവർക്ക് ഇവിടെ റൂവൈസ് ഭാഗത്തുള്ളവർക്കൊക്കെ ഇവിടെ വന്നിട്ട് കഴിക്കാം. മൊത്തം ജൂറി ട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഹോട്ടല് ജൂറി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, കുഴപ്പമില്ല. 12 റിയാലിന് അത്യാവശ്യം നല്ല കൂട്ടുകറികളൊക്കെ ഉണ്ട്. അപ്പൊ ആവശ്യക്കാർക്ക് ജദ്ദയിലുള്ളവർക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.